വിന്നസ്ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ SLC കുട്ടികളുടെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ റെക്കോർഡഡ് ആയിട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മള് സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പലവട്ടം ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നോബഡി ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം എവരിബഡി. എല്ലാവരുടെ അടുത്തുനിന്നും എല്ലാവർക്കും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അറിയാലോ കാരണം എന്താന്ന് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നാണ് ചോദിക്കുന്നത്. ആന്റിബോഡി ഓഫ് ഡോണേഴ്സ് ബ്ലഡ് ആൻഡ് ആന്റിജൻ ഓഫ് റെസിപ്പിയൻസ് ബ്ലഡ് റിസീവ് with each other to form blood clot. Blood clot is formed due to reaction of antigen antibody of the donor's blood with the blood of the recipient. Antigen of the donor's blood and antibody of the recipient's blood react with each other to form blood clot. ഇങ്ങനെ മൂന്ന് എന്ത് കൊടുത്തിട്ടുണ്ട്? നമുക്ക് മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് കറക്റ്റ് ഏതാണ്? സി ആണ് അല്ലെ? എന്താണ്? ആന്റിജൻ ഓഫ് ദ ഡോണേഴ്സ് ബ്ലഡ്, ഡോണറിന്റെ ബ്ലഡിലെ ആന്റിജനും അതുപോലെ തന്നെ റെസിപ്പിയൻ ബ്ലഡിനകത്തെ ആന്റിബോഡിയും കൂടി എന്ത് ചെയ്യും? രണ്ടും കൂടി എന്ത് ചെയ്യും? മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവും. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആന്റിജൻ അല്ല നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നത്. എ ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് എ ഗ്രൂപ്പ് ഉള്ള ബ്ലഡ് ഗ്രൂപ്പാണ് സ്വീകരിക്കാൻ പറ്റുക, അറിയാലോ. ബി ഗ്രൂപ്പ് ഉള്ള ആൾക്ക് ബി ഗ്രൂപ്പിലുള്ളതാണ് പറ്റുക, അറിയാലോ. എ ഗ്രൂപ്പ് ഉള്ള ആൾക്ക് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതാട്ടോ. എ ഗ്രൂപ്പ് ഉള്ള ആൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എ തന്നെയാണ്. ആ ആളുടെ ബോഡിയിൽ കാണുന്ന എന്താണ്? ആന്റിബോഡി എന്താണ്? ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. മനസ്സിലായോ? ഒന്നുകൂടി കാണിച്ചു തരാം. എനിക്കിപ്പോ എ ഗ്രൂപ്പ് ബ്ലഡ് ആണെന്ന് വിചാരിക്കാം. എനിക്ക് എ ഗ്രൂപ്പ് ബ്ലഡ് ആണ്. എനിക്ക് എന്തെങ്കിലും ഒരു സന്ദർഭത്തില് വേറൊരാളുടെ ബ്ലഡ് എടുക്കേണ്ട ആവശ്യം വരികയാണ്. അപ്പൊ എനിക്ക് ആരുടെ ബ്ലഡ് എടുക്കാൻ പറ്റുക? എ ഗ്രൂപ്പ് ഉള്ള ആളുടെ തന്നെ ബ്ലഡ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എ ഗ്രൂപ്പ് ഉള്ള ആൾക്ക് എ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ബി ഗ്രൂപ്പ് ഉള്ള ആൾക്ക് ബി തന്നെ എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? എ ഗ്രൂപ്പ് ഉള്ള എനിക്ക് എന്റെ ബോഡിയിൽ കാണുന്ന ആന്റിബോഡി ഏതായിരിക്കും? എയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഏതായിരിക്കും ആന്റിബോഡി? ആന്റിബോഡി എന്ന് പറയുന്നത് ഏതായിരിക്കും? ബി ആയിരിക്കും. മനസ്സിലായോ? ബി ഗ്രൂപ്പ് ഉള്ള ആളുടെ ഏതായിരിക്കും? എ ഗ്രൂപ്പ് ആയിരിക്കും. നിങ്ങൾ ആന്റിബോഡി എഴുതുമ്പോൾ എപ്പോഴും സ്മോൾ ലെറ്റർ ആണ്. ഞാൻ അത് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഓർക്കാം. അപ്പൊ നമുക്ക് എന്ത് പറ്റും? എ ഗ്രൂപ്പ് ഉള്ള ആളും ബി ഗ്രൂപ്പ് ഉള്ള ആളുടെ ആന്റിബോഡി എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും? നമ്മളുടെ ബോഡി എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിലേക്ക് വേറൊരു ആന്റിജൻ വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യും? അത് ഫോറിൻ ബോഡിയാണ്. അതിനെ റെസിസ്റ്റ് ചെയ്ത് മാറ്റാനായിട്ട് ശ്രമിക്കും. നമ്മുടെ ബോഡി വേറൊരു ബോഡിയിൽ നമ്മുടെ ബോഡിയിൽ അല്ലാത്തൊരു സാധനം വന്നാൽ എന്ത് ചെയ്യും? ഡിഫക്ട് ചെയ്യും. നമ്മുടെ മേത്തേക്ക് ഒരു ബോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തടുത്ത് നിർത്തൂലേ കൈവച്ച്? അതുപോലെ നമ്മുടെ ബോഡിക്കും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അല്ലെ? ബ്ലഡിലേക്ക് വേറൊരു ബ്ലഡ് വരുമ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ തടുത്ത് നിർത്തും. അതിന്റെ ഫലമായിട്ട് എന്ത് പറ്റും? ബ്ലഡ് ക്ലോട്ടിങ് വരും. മനസ്സിലായോ? ബ്ലഡ് ക്ലോട്ട് വരും. ബ്ലഡ് ക്ലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? പിന്നെ നമുക്ക് എന്താണ്? ക്ലോട്ടിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് മരണം വരെ സംഭവിക്കും. അല്ലെങ്കിൽ ഒരു സൈഡ് പാരലൈസ് ആയിട്ടൊക്കെ പോകും. മനസ്സിലായോ? അതുകൊണ്ട് ബ്ലഡ് ഗ്രൂപ്പ് സ്വീകരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആവശ്യമുള്ള പോയിന്റുകളൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. There are 4 main types of blood groups in human beings. 4 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. What is ways of giving separate names to each of them? ഓരോന്നിനും നമ്മൾ എന്തിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലഡ് ഗ്രൂപ്പിന് നമ്മൾ പേര് കൊടുക്കുന്നത്. വാട്ട് ഈസ് എന്തിന്റെ ഗ്രൂപ്പിലാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. നമുക്ക് ആന്റിജൻ, നമ്മളുടെ ബ്ലഡിലുള്ള ആന്റിജനും അതുപോലെ തന്നെ അതിനകത്ത് കാണുന്ന RH, ആന്റിജനെയും RH-നെയും ബേസ് ചെയ്തിട്ടാണ്. RH-നെയും ബേസ് ചെയ്യും, അതുപോലെ തന്നെ എന്തിനെയും ബേസ് ചെയ്തു? ആന്റിജനെയും ബേസ് ചെയ്യും. മനസ്സിലായോ? ആന്റിജനും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്ത്? RH ഫാക്ടർ. RH-ന് നമുക്ക് പറയുന്ന വേറൊരു പേരാണ് ആന്റിജൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമുക്ക് പറയാം. നമ്മളുടെ RH എന്ന് പറയുന്നത് എന്താണ്? ആന്റിജൻ എന്താണ്? D ആണ്.
അല്ലേ? ആന്റിജൻ ഡിയുടെ വേറൊരു പേരാണ് RH കേട്ടോ. RH ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആന്റിജൻ ഡി ആന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ചിലപ്പോ ആന്റിജൻ ഡി എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റണം എന്താണ് RH ആണെന്ന്. മനസ്സിലായോ? അത് എഴുതാം. പിന്നെ ബി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ബേസിസ് ഫോർ ക്ലാസിഫൈങ് ബ്ലഡ് ഗ്രൂപ്പ് ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്? നോക്കിയേ, ഒരു ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എന്തിന്റെ ബേസ് ചെയ്തിട്ടെടുക്കുക? അതിനാണ് നമ്മൾ RH എടുക്കുന്നത്. ഒരാളുടെ ബ്ലഡിൽ RH ഫാക്ടർ ഉണ്ടെങ്കിൽ, അതായത് ആന്റിജൻ ഡി ഉണ്ടെങ്കിൽ എന്താണ് RH പോസിറ്റീവ്. നമ്മൾ പറയില്ലേ എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, എ നെഗറ്റീവ്, ബി നെഗറ്റീവ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവും ഒക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? RH ഉണ്ടെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണ്, RH ഇല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. ക്ലിയർ ആയോ? ഇനി സി ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ആന്റിബോഡീസ് ഇൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഒരാളുടെ അടുത്ത് നിന്ന് വേറെ ഒരാളുടെ അടുത്തേക്ക് ബ്ലഡ് നമ്മൾ കൊടുക്കുമ്പോൾ, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിലുള്ള ആന്റിബോഡീസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ കറക്റ്റ് ആന്റിബോഡി അല്ല നമ്മുടെ ബോഡിയിലേക്ക്, അതായത് ബ്ലഡ് കറക്റ്റ് ആയിട്ട് കയറിയില്ലെങ്കിൽ എന്ത് പറ്റും? എ ഗ്രൂപ്പുള്ള ആള് ബി ഗ്രൂപ്പുള്ള ബ്ലഡ് സ്വീകരിച്ച രണ്ടിലും ആന്റിബോഡി വ്യത്യാസമുണ്ട്. അപ്പൊ എന്ത് പറ്റും? രണ്ടും കൂടി കൂടിക്കലർന്ന് എന്ത് പറ്റും? ബ്ലഡ് ക്ലോട്ടിങ് വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച എഫക്റ്റ് അല്ല, അതിന് നെഗറ്റീവ് എഫക്റ്റ് ആണ് വരാം. മനസ്സിലായോ? അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ടുള്ള എന്ത് പറഞ്ഞാൽ ആന്റിബോഡി ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട്, അതായത് നമ്മൾ എടുക്കുന്ന ബ്ലഡ് തന്നെ എടുക്കുക. എ ഗ്രൂപ്പ് എടുക്കുക, ബി ഗ്രൂപ്പ് എടുക്കുക. മറന്നു പോകരുത് കേട്ടോ. അതാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നോക്കിയേ. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൻ ബിലോ ആൻഡ് അനലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച്. കാൽസ്യം അയോൺസ് ആർ റിക്വയർഡ് ഫോർ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. കാൽസ്യം അയോൺസിനെ നമുക്ക് എന്തിനു വേണം? ക്ലോട്ടിങ്ങിന് വേണ്ടി വേണം. നിങ്ങളുടെ ചാപ്റ്ററിനകത്ത്, ഈ ചാപ്റ്ററിനകത്ത് ഒരു ഫ്ലോ ചാർട്ട്, എന്താ പറയാ, ഒരു ബോക്സിന്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാൽസ്യത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. എന്താണ്? Thromboplastin can convert plasma protein prothrombin into thrombin only in the presence of calcium ions. Calcium ions ന്റെ പ്രസൻസിൽ മാത്രമാണ് എന്ത് നടക്കുകയുള്ളൂ? ത്രോംബോപ്ലാസ്റ്റിൻ എന്തായിട്ട് വരുള്ളൂ? പ്രോത്രോംബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ത്രോംബിനായിട്ട് മാറുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് നടന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുകയുള്ളൂ. നമ്മൾക്കൊരു മുറിവ് വന്നു, ബ്ലഡ് ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുക, നിൽക്കണില്ല. നിൽക്കാതെ വന്ന് എന്ത് പറ്റും? ഒരുപാട് എക്സസ് ബ്ലഡ് നമ്മുടെ ബ്ലഡ് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈവൻ ബ്ലഡ് പോയി മരണം വരെ സംഭവിക്കാം അല്ലെ? കുറെ ബ്ലഡ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എന്ത് ചെയ്യണം? ബ്ലഡ് കയറ്റണം. അപ്പോഴും അതും പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നേരെ നമ്മള് മരിച്ചു പോകും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ, നമുക്ക് നമ്മുടെ എല്ലുകളുടെ ബലത്തിനൊക്കെ കാൽസ്യം വേണമെന്ന് പറയൂ അല്ലെ? എല്ലുകളുടെ ബലത്തിന് മാത്രമല്ല, എന്തെങ്കിലും ഒരു അപകടം വന്നു, ഒരു എന്താ പറയാ ഇഞ്ചുറി വന്ന് നമ്മളുടെ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് കട്ട പിടിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ശരീരത്തില് ആവശ്യത്തിനുള്ള കാൽസ്യം വേണം. അല്ലെങ്കിൽ എന്ത് പറ്റും? ബ്ലഡൊക്കെ ക്ലോട്ട് ആയാലും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടല്ലാതെ വരും. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്താവും? ബ്ലഡ് കുറെ പോയി നമ്മള് മരണത്തിലേക്ക് പോകും. പേടിപ്പിക്കാൻ പറയണല്ല, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളുടെ ഫുഡില് വൈറ്റമിൻസും മിനറൽസും എല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഫുഡ് വേണം കഴിക്കാൻ. ഞാൻ നോൺ വെജ് മാത്രമേ കഴിക്കുള്ളൂ, വെജിറ്റബിൾ കഴിക്കില്ല എന്ന് വാശി പിടിച്ച് എന്ത് പറ്റും? വെജിറ്റബിൾസിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊന്നും കിട്ടാണ്ട് പോകും. നമ്മൾ കുറച്ച് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡില്, നിങ്ങളിപ്പോ പ്രത്യേകിച്ച് SSLC കുട്ടികളായതുകൊണ്ട് കുറെ സമയങ്ങളിലൊക്കെ നിങ്ങൾ ഫുഡ് സ്കിപ്പ് ചെയ്ത് കളയാനുണ്ടാവും അല്ലെ? സ്പെഷ്യൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്കിപ്പ് ചെയ്ത് കളയാനുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒരു നേരം ഫുഡ് കഴിക്കുമ്പോൾ അതിൽ എല്ലാ കണ്ടന്റും വരുന്ന രീതിയിൽ തന്നെ കഴിക്കുക. സമ്പൂർണ്ണ ആഹാരമായിരിക്കും നമ്മൾ കഴിക്കണേ. എന്നാലാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ? ആരോഗ്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വേണ്ടയും വന്ന് പിടിക്കും, ക്ഷീണം വരും, തളർച്ച വരും. എക്സാമിന്റെ സമയമാകുമ്പോഴേക്കും നമ്മൾ അവശതയാവും കേട്ടോ. അപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇനി അടുത്തൊന്ന് നോക്കിയേ. ലൈസോസോം ഹെൽപ്പ് ഇൻ ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിടിച്ച് വിഴുങ്ങി തിന്നുന്ന പരിപാടിയാണ് അല്ലെ? ഫാഗോസൈറ്റോസിസ് എന്താ ചെയ്യുക? ഒരു എൻസൈമാണ്. അത് എന്താ ചെയ്യുന്നത്? ലൈസോസോം ഡിസ്ട്രോയ് ദി പാത്തോജൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന കീടങ്ങളെയൊക്കെ എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും. അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. മനസ്സിലായോ? അപ്പോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫാക്ട്സ് റിഗാർഡിംഗ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഓർഡറിലേക്ക് ആക്കാനാണ് പറയുന്നത്.
ഞാൻ അതിന്റെ ആൻസർ ഫസ്റ്റ് തന്നെ പറയാം. ഓക്കെ, ആദ്യം തന്നെ എന്താ പറ്റുന്നത്? ജെയിംസ് എന്ത് ചെയ്യും? ജെയിംസ് നമ്മുടെ മുറിവിൽ കൂടെ നമ്മുടെ ഉള്ളിലേക്ക് കയറും ജെയിംസ്. എന്നിട്ട് എന്ത് പറ്റും? അവർ എന്ത് ചെയ്യും? ഒരു കെമിക്കൽ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ബ്ലഡ് കാപ്പിലറീസ് ഒക്കെ ഡൈലേറ്റ് ചെയ്യും. ഡൈലേറ്റ് ചെയ്യുന്ന ചിന്ത വികസിക്കും. നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കണ്ണിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കണ്ണിൽ ചിലപ്പോൾ മരുന്ന് ഒഴിക്കും. അപ്പൊ എന്തെങ്കിലും മരുന്ന് ഒഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ പറയും കണ്ണ് ഡൈലേറ്റ് ആവാനാണ്, കൃഷ്ണമണി ഡൈലേറ്റ് ആവാൻ. നിങ്ങൾക്ക് ഇതിനു മുമ്പത്തെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല, ആ ചാപ്റ്ററിൽ പറയാം കേട്ടോ, അല്ലെങ്കിൽ ഇനി ഇത് അതുകൊണ്ട് മിക്സ് ആയി പോയിന്ന് വേണ്ട. അത് കഴിഞ്ഞു എന്താ പറ്റുന്നത്? WBC വൈറ്റ് ബ്ലഡ് സെൽസ് ഒക്കെ എന്ത് ചെയ്യും? എവിടേക്ക് വരും? ഈ മുറിവ് വന്നതിന്റെ അടുത്തേക്ക്, ബ്ലഡ് കാപ്പിലറീസിന്റെ അടുത്തേക്ക് വരും. അങ്ങനെ വന്നു കഴിയുമ്പോ എന്ത് പറ്റും? ന്യൂട്രോഫിൽസ് എന്ത് ചെയ്യും? ന്യൂട്രോഫിൽസും മോണോസൈറ്റും കൂടി ഈ ജേംസിനെ അങ്ങോട്ട് എൻഗൾഫ് ചെയ്യും. വിഴുങ്ങി എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും. ന്യൂട്രോഫിലും അതുപോലെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ 5 WBC 5 നമ്മൾ പഠിക്കുന്നതില് ന്യൂട്രോഫിലും അതുപോലെ തന്നെ ബേസോഫിലും മോണോസൈറ്റും ആണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് രണ്ടുപേർക്കുള്ള ഒരു കഴിവാണ് എന്ത്? എൻഗൾഫ് ചെയ്ത് എന്ത് ചെയ്യുക? ഓക്കെ, എൻഗൾഫ് ചെയ്ത് ജേംസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുക, വിഴുങ്ങി നശിപ്പിക്കുക. മനസ്സിലായോ? എൻഗൾഫ് ചെയ്യുക. എൻഗൾഫിംഗ് കപ്പാസിറ്റി ഉള്ളത് ഈ രണ്ടെണ്ണത്തിനാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗം നോക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾ ഈ വീഡിയോകളൊക്കെ നമ്മൾ ഇങ്ങനെ ഇടുന്ന വീഡിയോകളൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് കമന്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. നമുക്ക് പിന്നെ ചെയ്യാൻ തോന്നുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ വിട്ടുപോകരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും വരാറുള്ളതാണ് കേട്ടോ. ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, ഗ്രാഫ് തന്നിട്ടുണ്ട്. ഏത് ക്ലിയർ അല്ലേ? കളേഴ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. A കൊടുത്തിട്ടുണ്ട്, AB കൊടുത്തിട്ടുണ്ട്, B കൊടുത്തിട്ടുണ്ട്, O കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് എന്താണ് ഇത്? ഇങ്ങനത്തെ റൗണ്ടിലുള്ള ഡയഗ്രാമിനെ പൈ ഡയഗ്രാം എന്നാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് people of a particular area is given below, analyze it and answer the questions. What is the percentage of blood group having only an antibody A? എത്ര പെർസെന്റേജ് ആണ് നമുക്ക് ഇതിനകത്ത് ആന്റിബോഡി A ഉള്ള ആളുകളെ കാണാൻ പറ്റുന്നത്? അപ്പൊ നമുക്ക് അറിയാൻ പറ്റണം, എന്തറിയാൻ പറ്റണം? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്താണ് തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് ബ്ലഡ് ഗ്രൂപ്പ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ A ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആന്റിജൻ എന്ന് പറയുന്നത് എന്താണ്? A ബ്ലഡ് ഗ്രൂപ്പിൽ കാണുന്ന ഏതാണ്? ആന്റിജൻ A ആണ്. ആന്റിബോഡി എന്താണ്? B ആണ് അല്ലെ? നമ്മളോട് A എന്ന് പറയുന്നതിനകത്ത് ആന്റിബോഡി എന്താ? B ആണ് അല്ലെ? അപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്നത് നിങ്ങൾ അത് കമ്പയർ ചെയ്ത് നോക്കണം കേട്ടോ. 25% ആണ് ആൻസർ. മനസ്സിലായോ? നോക്കാം, ശരിക്കും മനസ്സിലാക്കാം. ബ്ലഡില് നമുക്ക് A ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആന്റിജൻ എന്താണ്? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ആന്റിജനും A തന്നെയാണ്. ആന്റിബോഡി എന്താണ്? B ആണ്. മനസ്സിലായോ? ആന്റിജനും ബ്ലഡ് ഗ്രൂപ്പും സെയിം ആണ്. ആന്റിബോഡി എന്താണ്? നേരെ ഓപ്പോസിറ്റ് ആണ്. അത് മാത്രം ഓർമ്മയിൽ വെച്ചിട്ട് ഈ കണക്ക് ചെയ്യാം. 5% ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് വിത്ത് ബോണ്ട് ആന്റിജൻ. രണ്ട് ആന്റിജനും കാണുന്ന ഏതിലാ? എയിലും ബിയിലാണ് അല്ലെ? എ ബിയിൽ കാണുന്നത് എത്ര പെർസെന്റേജ് ആണെന്ന് നോക്കിയേ? 40% ആണ്. എയും ബി എന്നാണ് എ ബിയിലല്ലേ? അപ്പൊ നിങ്ങൾക്ക് അത് വിട്ടുപോകരുത് കേട്ടോ. വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ A ക്വസ്റ്റ്യൻ ആന്റിബോഡി എയിൽ കാണുന്ന ഏറ്റവും കുറവ് കാണുന്ന ആന്റിബോഡി എന്ന് പറഞ്ഞാൽ ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ നോക്കണ്ടേ? B ആണ് നോക്കുന്നുണ്ട് കേട്ടോ. ഇതില് B ആണ് നോക്കിയേ. ആൻസർ വരുന്നത് 25% ആണ്. ഇതാണ് ആൻസർ. കണ്ടോ? അത് മാറിപ്പോകരുത് കേട്ടോ. ശരിക്കും മനസ്സിലാക്കി വെക്കുക. ബ്ലഡ് ഗ്രൂപ്പ് ഏതാണോ അത് തന്നെയാണ് എന്ത്? ആന്റിജൻ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ആന്റിബോഡി. മനസ്സിലായോ? ആന്റിജനും ആന്റിബോഡി ഓപ്പോസിറ്റ് ആയിരിക്കും. അത്ര ഓർത്താൽ മതി. മറന്നു പോകരുത് കേട്ടാ. ഞാൻ പിന്നെയും പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെയാണ്. ഇനി നോക്കിയേ, ഡിഫൻസ് മെക്കാനിസം അതിന്റെ ഫംഗ്ഷനും ആണ്. അതിന്റെ ആൻസർ ഒന്ന് നോക്കിക്കേ. ഓക്കെ, sebum produced by sebaceous gland makes skin oily and waterproof. സ്കിന്നിനെ എന്താക്കും?
ഓയിലി ആക്കും. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ്. നമ്മുടെ വെമ്മയത്തേക്ക് എന്തെങ്കിലും വെള്ളം വീണു, അതങ്ങനെ തന്നെ ഉള്ളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ ശരിയാവോ? ആവില്ല അല്ലെ? അപ്പൊ അങ്ങനെ കയറി പോവാതെ വാട്ടർ പ്രൂഫ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? സെബോ ആണ്. ഓക്കെ. അതുപോലെ അടുത്ത കെരാറ്റിൻ ആണ്. കെരാറ്റിൻ എന്താ ചെയ്യുന്നത്? എൻട്രി ഓഫ് ജേംസിന് എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. ജേംസ് വരാതെ അതിനെ എന്ത് ചെയ്യും? തടുത്തു നിർത്തും. നെക്സ്റ്റ് വൺ മ്യൂക്കസ് ഇൻ ദി റെസ്പിറേറ്ററി ട്രാക്ട്. റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കാണുന്ന മ്യൂക്കസ് എന്താ ചെയ്യുന്നത്? ജേംസ് എൻ്റർ ദി റെസ്പിറേറ്ററി ട്രാക്ട്. റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് വരുന്ന ജേംസ് എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്ത് കളയും. വാക്സ് ഇൻ ഇയർ. ചെവിയിലെ വാക്സ് ഉണ്ട് അല്ലെ? അതെന്താ ചെയ്യുന്നത്? എൻട്രി ഓഫ് ജേംസിന് എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. നമ്മൾ ചെവി മുഴുവൻ ക്ലീൻ ചെയ്ത് നമ്മളെപ്പോഴും കുറച്ച് ചെവിക്കായും ചെവിയിൽ വേണമെന്നാ പറയുന്നത് അല്ലെ? അതെന്തിനു വേണ്ടിയിട്ടാണ്? ജെയിംസ് ചെവിയിലെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മെഴുക് പോലെയല്ലേ ഇരിക്കുന്നത് വാക്സ്? അപ്പൊ അതുകൊണ്ട് തന്നെ ചെവിക്കായം മെഴുക് പോലെ ഇരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും പ്രാണിയൊക്കെ വന്നാൽ അതിനകത്ത് ഇങ്ങനെ എന്താവും? മിക്സായി ഇങ്ങനെ നിൽക്കും, ഉള്ളിലേക്ക് കയറി പോവില്ല. അതുപോലെ തന്നെ ഈ ഇയർ ഡ്രംസിൽ നമ്മളുടെ ഈ എന്താ പറയാ, ഈ ചെവിക്കായം കിടന്ന് ഇങ്ങനെ അടിക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നത്? സൗണ്ട് ഒക്കെ ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഫുള്ളായിട്ട് നമ്മൾ ചെവിയുടെ ഉള്ളിൽ അതുപോലെ തന്നെ വേറെ സാധനങ്ങളൊന്നും കുത്തി ഇളക്കി ഇയർ ഡ്രം ചീത്തയാക്കാനും പാടില്ല. നശിച്ച് പെട്ടെന്ന് കംപ്ലൈന്റ് ആവും. എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് ചെവിയുടെ ഉള്ളിൽ കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയർ ഡ്രം കംപ്ലൈന്റ് ആയി പോകും കേട്ടോ. ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. ഇനി നോക്കിയേ, നെയിം ദ ലിംഫോസൈറ്റ് വിച്ച് സ്റ്റിമുലേറ്റ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് ഡിസ്ട്രോയ്സ് പാത്തോജൻ. റൈറ്റ് ടു അതർ ഫങ്ഷൻസ് ഓഫ് ഇറ്റ്. അതായത് ലിംഫോസൈറ്റ് ആണല്ലോ ഇതിനകത്ത് വരുന്നത്. ലിംഫോസൈറ്റ് അല്ലേ എന്ത് ചെയ്യുന്നത്? പാത്തോജനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ വേറെ ഫംഗ്ഷൻ എന്താ? ഡിസിൻറ്റഗ്രേറ്റിംഗ് ദ സെൽ മെമ്മറി. ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ടോക്സിൻ, ആന്റിജനകത്ത് വരുന്ന ടോക്സിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യും. ന്യൂട്രലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അതിനെ നമുക്ക് നമ്മുടെ ശരീരത്തിന് എന്താ ഹാംഫുൾ ആവാത്ത രീതിയിൽ അതിനെ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്ത് നിർത്തും. അതാണ് ന്യൂട്രലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ച ആളുടെ പേരാണ് ഫ്ലെമിങ്സ്. അലക്സാണ്ടർ ഫ്ലെമിങ്. വാക്സിനേഷൻ കണ്ടുപിടിച്ചത് ആരാണ്? എഡ്വേർഡ് ജെന്നർ. ഓക്കെ. നമുക്കിത് പിന്നീടും നമ്മളുടെ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ എൻട്രൻസ് ടെസ്റ്റിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതൊന്ന് പോവാതെ നോക്കുക. അനലൈസ് ദ ഹിന്റ്സ് ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദി ട്രീറ്റ്മെന്റ് മെത്തേഡ്. യൂസ് ഓഫ് മെഡിസിൻസ് ഫ്രം നേച്ചർ. നേച്ചറിൽ നിന്ന് തന്നെ കിട്ടുന്ന എന്താ പറയാ മെഡിസിൻ വെച്ചുള്ള ട്രീറ്റ്മെന്റിന് നമ്മൾ എന്ത് പറയും? ആയുർവേദ അല്ലെ? ആയുർവേദം എന്ന് പറയും. മലയാളം വീട് തന്നെയാണ് അല്ലെ? യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത് അലോപ്പതിയിലാണ്. മാറിപ്പോകരുത് കേട്ടോ. നിങ്ങൾക്ക് ഓർത്തിഞ്ഞ് പെട്ടെന്ന് പഠിക്കാവുന്നുള്ളൂ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണേ. From the given blood groups, identify the blood group without antigens and the blood group without antibodies. ആന്റിജനും ആന്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിത്തൗട്ട് ആന്റിജൻ ഏതാണ്? ആന്റിജൻ ഒന്നും ഇല്ലാത്തത് O നെഗറ്റീവിലാണ്. O നെഗറ്റീവില് ഒരു ആന്റിജനും ഇല്ല. വിത്തൗട്ട് ആന്റിബോഡീസ് ഏതാണ്? AB പോസിറ്റീവ് അല്ലേ? ആണല്ലേ? ഞാൻ പറഞ്ഞു. എന്താണ് ഞാൻ പറഞ്ഞത്? എ ഗ്രൂപ്പ് ആണെങ്കിൽ ആന്റിജൻ എന്താണ്? ആന്റിജൻ എ തന്നെയാണ്. ആന്റിബോഡി എന്താണ്? ആന്റിബോഡി എന്താണ്? ബി ആണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്? 2 ആന്റിബോഡി ഇല്ലാത്തത് അല്ലെ? അപ്പൊ എ ബി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാ വരിക? എ ബി എന്ന് പറയുമ്പോൾ എ ആണെന്നുണ്ടെങ്കിൽ എ ഉണ്ട് ബി ഉണ്ട്. അപ്പോ ആന്റിജൻ ആണെങ്കിൽ എന്താണ്? ആന്റിജൻ ആണെങ്കിൽ എന്തായിട്ട് വരും? ഒന്ന് പറഞ്ഞേ. ആന്റിജൻ എന്ത് വരും? ആന്റിജൻ എന്ത് വരും? എ ബിയിലെ ആന്റിജൻ എന്ത് വരും? എയും ഉണ്ട് ബിയും ഉണ്ട് അല്ലെ? രണ്ടും വരും. ആന്റിബോഡി എന്ത് വരും? ഇതിന്റെ ഓപ്പോസിറ്റ് ആണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ അല്ലെ? ഏതാ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ബി ആണ്. ഇവിടെ എയും ബിയും ഉള്ളതുകൊണ്ട് എന്താണ്? സി ഒന്നുമില്ല, നീളായിട്ട് വരും. മനസ്സിലായോ? അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ്? ഞാൻ ഒന്നുകൂടി പറയാണ്. ഏതാണോ ബ്ലഡ് ഗ്രൂപ്പ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ആന്റിബോഡി. മനസ്സിലായോ? മറന്നു പോകരുത് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് കാണാം അടുത്ത ക്ലാസ്സിൽ.